അപ്പോൾ നമ്മുടെ മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് ഷൈനിക ലീഡ് റോൾ ചെയ്തിട്ടുള്ള ദൃഢം എന്ന സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ അത്യാവശ്യം പ്രോമിസിംഗ് ആയിരുന്നു. അപ്പം ജിത്തു ജോസഫിൻ്റെ ശിഷ്യനാണ് മാർട്ടിൻ ജോസഫ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് പുള്ളീൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഈ സിനിമ കാണാൻ കയറിയത്. ഈ സിനിമയെ രക്ഷിച്ചത് ഇതിൻ്റെ കിടിലൻ ക്ലൈമാക്സ് കൊണ്ടാണ്. ശരിക്കും കിളി പറത്തണ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ദൃഢം എന്ന സിനിമ നമുക്ക് പറയാൻ പറ്റും. കാരണം ഗംഭീര ക്ലൈമാക്സ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല, അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്. പക്ഷേ ഇതിന് ഡീസൻറ്റ് വൺ എന്ന് മാത്രം ഈ ലെവലിൽ എത്താൻ കാരണം ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. പുള്ളിയുടെ ശിഷ്യനായതുകൊണ്ട് തന്നെ സീരിയൽ ലെവൽ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ അങ്ങനെയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ വിജയ് ഒരു കുഴിനിലം എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ഹിൽ ഏരിയയിലുള്ള ചാർജ് എടുക്കാൻ വരികയാണ്. തൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. SI ആയിട്ട് ചാർജ് എടുക്കാൻ വരിക. വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേഷൻ, അത്യാവശ്യം എല്ലാ സഹകരണമുള്ള പോലീസുകാർ, അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ക്രൈം നടക്കുകയും പിന്നീട് തുടരെ പുള്ളിക്ക് നിറയെ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ് സിനിമ. സിനിമയുടെ എനിക്ക് ഏറ്റവും പോരായ്മയായി തോന്നിയത് സിനിമയുടെ തുടക്കം തൊട്ട് വരുന്ന ഡയലോഗ്സ് ആണ്. ചില ഡയലോഗ്സ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് തോന്നും. ഒരു പർപ്പസും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കൺവിൻസിങ് അല്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ചുമ്മാ എന്തൊക്കെയോ ഒരു നാടകീയത എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതിനേക്കാൾ അപ്പായിട്ട് നിൽക്കുന്ന, നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളും അതിനെ ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ആക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ ഡയലോഗ്സ് ശരിക്കും ഒരു നാടകീയത, അതിനാടകീയത എന്ന രീതിയിൽ ഒരു നമുക്ക് ചോറുണ്ണുമ്പോൾ കല്ല് കടിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊരു പോരായ്മയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴും ഈ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും മൊത്തത്തിൽ നോക്കിയാൽ സിനിമ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ മച്ച് ബെറ്ററാണ്. കാരണം ഇൻവെസ്റ്റിഗേഷനിലെ ഒരു കുറച്ചുകൂടെ വേറൊരു ലെവലോട്ട് പോകുന്നു. ആൻഡ് അപ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം വന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ഡയലോഗ്സ് പരസ്പരം തമ്മിലുള്ള ഡയലോഗ്സ് ഒക്കെ ചില കാര്യങ്ങളൊന്നും ഒട്ടും കൺവിൻസിങ് അല്ല. ഉദാഹരണത്തിന് ഒരു സീനുണ്ട്, ഇവരെല്ലാവരും ഒരു ക്വാർട്ടേഴ്സിലാണ്. അപ്പം അവിടെ ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പോൾ പുള്ളി ആൾക്കൊരു കണ്ണുണ്ടല്ലോ. അപ്പോൾ നായകൻ ഇങ്ങനെ വന്ന് പറയാമെന്ന് മദ്യപിക്കുന്ന അത്ര നല്ലതല്ല, അങ്ങനെ ഒരു രീതിയിലൊരു ഡയലോഗ് പോകുന്നുണ്ട്. അന്നേരം ഒരു സാധാരണ ഒരു സിനിമയിൽ കാണുന്ന പോലെയല്ല. സാറെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, സാറ് നിർബന്ധിച്ചുകൊണ്ടിരുന്ന ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കൂ എന്നൊക്കെ പറയുന്നത് അതൊരു സാമ്പിൾ. അങ്ങനെ ഇതിൽ കുറേ സാധനം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മോസ്റ്റ് പ്രോബ്ലി വളരെയധികം ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. അതിനെ അപേക്ഷിച്ചിട്ട് ഈ സിനിമ രക്ഷിച്ചത് എന്ന് പറയുന്നത് കിടിലൻ ക്ലൈമാക്സ് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടോട്ടലി അപ്പോൾ ഒരു ഡീസൻറ്റ് വൺ ആയിട്ട് നമുക്ക് ഈ സിനിമയെ പറയാൻ പറ്റും. ദൃഢം എന്ന് പറയുന്ന സിനിമ ഷൈനിക അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മ്യൂസിക് അത്യാവശ്യം നല്ലതായിരുന്നു, പുതിയ ആളായിരുന്നു, ശ്രീരാഗെന്നോ മറ്റോ ആയിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശിക്ഷനായതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് വീക്ക്നെസ് ആണ്. നല്ല കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ല, ക്ലൈമാക്സ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യില്ല. ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു സീറ്റഡ്ജ് ടൈപ്പ് ആക്കാമായിരുന്നു. ഒരു സാധനത്തിന് ഇവർ ഡയലോഗ്സിലൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാതെ തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡയലോഗ്സ് കാരണം ഈ സിനിമയെ അത്യാവശ്യം ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആയിരിക്കും സിനിമ അത്ര ഒരു അത്യാവശ്യം എല്ലാവർക്കും ഇടയിൽ ചെറിയൊരു പൊട്ടലും ചീറ്റിലും അല്ലാതെ ഒരു പുള്ളിങ് ഒന്നും ഈ സിനിമയ്ക്ക് കിട്ടുന്നില്ല. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ നമുക്കൊരു ഹുക്ക് കിട്ടുന്നുള്ളൂ. അതുവരെ ഒരു ഭയങ്കര തണുത്ത ഒരു ഏർപ്പാട് പോലെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ആറാസ് ആ ക്ലൈമാക്സ് കൊണ്ട് തന്നെ എനിക്കൊരു ഡീസൻറ്റ് വാച്ച് ആയിട്ടാണ് തോന്നിയത് ഈ സിനിമ. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്.